ഓക്കെ, നമുക്ക് പുതിയ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമൊക്കെ അല്ലേ? ഭാര്യയും ഭർത്താവൊക്കെ തമ്മിൽ നല്ല സ്നേഹമല്ലേ? അതെ, സ്നേഹം. ഈ സ്നേഹം അതെ. ഒരു വികാരമാണോ അതോ ഒരു തീരുമാനമാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഏത് വിധത്തിലാണ് സ്നേഹത്തെ കാണേണ്ടതെന്നും അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നതുമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ കൂടെ ഇന്ന് പുതിയ 4 ദമ്പതികളുണ്ട്. അവരെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അവർ 4 പേരും വളരെ നല്ല മനോഹരമായിട്ട് അവരുടെ വീഡിയോയിലൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകമായ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ലിജോ സിജി വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ 14 വർഷമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണോ? അറേഞ്ച് മാരേജ് ആണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇഷ്ടം ഉണ്ടായിരുന്നോ കല്യാണം കഴിച്ചപ്പോ? ഉണ്ടായിരുന്നല്ലേ? അല്ല, ഈ പെണ്ണ് കാണാനൊക്കെ വന്നു കഴിഞ്ഞപ്പോ ചെറുക്കനെ കണ്ട് അങ്ങനെ അങ്ങനെ വന്നപ്പോ ഇഷ്ടം തോന്നി അല്ലേ? അതെ 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 അതെ. ഈ കല്യാണത്തിന് മുമ്പ് എങ്ങാനും ലിജോ ഓ, ഓ, ഈ, സിജിയോട് പറഞ്ഞോ ഐ ലവ് യു എന്ന്? കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് മുമ്പ് പറഞ്ഞോ? അത് പെണ്ണ് കാണലിന് ശേഷം അല്ലെ? അതെ, അതിനുശേഷം മതിയല്ലോ. അതെ, അതിനുശേഷം പറഞ്ഞോ? മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് ചോദിച്ചത്. ഏ അല്ലെ, കല്യാണത്തിന് മുമ്പായിട്ട് കണ്ടിട്ടില്ല. അതിന് കണ്ടതിന് ശേഷം കല്യാണമൊക്കെ അടുത്തടുത്ത് വന്നപ്പോ ഐ ലവ് യു എന്ന് സിജിയോട് പറഞ്ഞോ? പറഞ്ഞു അല്ലേ? സിജി അപ്പൊ എന്താ മറുപടി പറഞ്ഞത്? ഏ ഏ? കേട്ടില്ല ഞാൻ. തിരിച്ചെന്താ പറഞ്ഞേ? ഐ ലവ് യു ടു എന്ന് പറഞ്ഞോ? ഞാനും ചേട്ടനെ സ്നേഹിക്കണം അല്ലേ? അങ്ങനെ നമ്മൾ ഒരു ജീവിതം ആരംഭിച്ചതാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അതിനുശേഷം ഇപ്പൊ കല്യാണം കഴിച്ച് ഇത്രയും വർഷം എത്തിയില്ലോ. ഇതിന് ഇടയ്ക്ക് പലവട്ടമൊക്കെ വീണ്ടും നമ്മൾ പഴയ ഐ ലവ് യു ഒക്കെ പറയാറില്ലേ ഇപ്പോഴും? ഉണ്ട്. പഴയ പോലെ റെസ്പോൺസ് അത്ര വേഗതയിലും അത്ര തീക്ഷ്ണതയിലും കിട്ടാറുണ്ടോ? സ്വാഭാവികമായിട്ടും ഇല്ല. ഈ വിവാഹിതരുടെ ഒക്കെ കഥ അങ്ങനെ തന്നെയാണ്. അങ്ങനെ കിട്ടാതെ വരുമ്പോ ലിജോ എന്താ തോന്നുന്നത്? ഇത്രയും വർഷമൊക്കെ ആയതുകൊണ്ടാവാം എന്ന് തോന്നും. എന്നാലും മനസ്സിൽ എന്താ പിന്നെ എന്താ നമ്മുടെ ഉള്ളിൽ തോന്നും? നമ്മൾ ഒരാളോട് ഇഷ്ടപ്പെട്ടു, അയാളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു, അയാളും തിരിച്ചു പറഞ്ഞു ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ജീവിതം ആരംഭിച്ചു. പക്ഷെ പിന്നീട് ജീവിതത്തിലേക്ക് വന്ന് ഓരോ വർഷങ്ങൾ പിന്നീട് തോറും ചിലപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞൊരു മറുപടി ഒന്നും കിട്ടാറില്ല. എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. പക്ഷെ അപ്പോഴും ശരിക്കും സിജോയുടെ മനസ്സിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തന്നെയല്ലേ? അതേതാ? അതെ 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 അല്ലേ? അതിനെന്താ കാരണം എന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഈ പണ്ട് നമ്മൾ പറഞ്ഞപ്പോ മറുപടി നല്ല സ്വീറ്റ് ആയിട്ടൊക്കെ വന്നു, ഇപ്പോഴും ഈ മറുപടി വരാത്തപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ സ്നേഹിക്കണമെന്ന് പറയണത്? പക്ഷെ അത് വികാരത്തിന്റെ പുറത്തായിരിക്കാം. ഏതാ 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 പറഞ്ഞ സമയത്തെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞ സമയത്ത് പക്ഷെ ഒരു വികാരത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം. ഓക്കെ ഓക്കെ, ഒരു ഇഷ്ടം അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇഷ്ടത്തിന്റെ പുറത്താണ് അന്ന് നമ്മൾ തിരിച്ചൊക്കെ മറുപടിയൊക്കെ പറഞ്ഞത് അല്ലെ? ഇപ്പോഴോ? അതേപോലൊരു വികാരമല്ല. പക്ഷെ മനസ്സ് അപ്പൊ പിന്നെ ഇപ്പൊ എന്താണ്? എന്താ പറയുന്നത്, ശരിക്കും സ്നേഹം ഇപ്പോഴാണ്. ശരിക്കും ഒരു സ്നേഹം ഇപ്പോഴുണ്ട്. അതായത് പക്ഷെ എന്താ പ്രണയം എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കത്തില്ല എങ്കിൽ തന്നെ. ഓക്കെ, ഞാൻ സിജോയിലേക്ക് വരാൻ കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ ബിനു ദിൽന ദമ്പതികളുണ്ടല്ലോ, അവരോട് ചോദിക്കട്ടെ. ദിൽന, ഈ ബിനുവിനെ ഇഷ്ടല്ലേ? അല്ലേ, ഇഷ്ടല്ലേ? അതെ അതെ അതെ. എന്തുകൊണ്ടാണ് ഈ ബിനുവിനെ സ്നേഹിക്കുന്നത്? ആ വ്യക്തിയോടുള്ള എന്താ പറയാ, എന്താണ് ഇഷ്ടം? ഇഷ്ടത്തെക്കാൾ ഉപരി ആ വ്യക്തിയെ മനസ്സുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നുണ്ട്.
പൂർണ്ണമായും ചില സന്ദർഭങ്ങളിലൊക്കെ ഈ ബിനുവിന്റെ പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെടാതെ പോവാറില്ലേ? പോവാറുണ്ട്. പക്ഷെ അപ്പോഴും ഉണ്ടല്ലോ. ആ ഉള്ളിനുള്ളിലുള്ള ഇഷ്ടം കാരണം അത് നമ്മൾ ഓ അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട്. ഉണ്ട്. ശരിക്കും പറഞ്ഞ ഈ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളൊന്നും പൂവണിയില്ലല്ലോ, അല്ലേ? ഇല്ല. അപ്പോ അങ്ങനെ വരുമ്പോഴും നമ്മൾ അയാളെ സ്നേഹിക്കുകയാണ്, അല്ലേ? അതെന്തുകൊണ്ടാണെന്നാണ് എനിക്കറിയേണ്ടത്. അത് രണ്ട് മനസ്സുകൾ തമ്മിൽ വരുന്ന അട്രാക്ഷനോ അതിനേക്കാൾ ഉപരി ഒരു അടുപ്പം, ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു അടുപ്പമായിരിക്കും ആ വ്യക്തിയോട് തോന്നുന്ന. ആ ചില ഹാ ഹാ സമയത്ത് ആ അത് വ്യക്തി പല രീതിയിൽ മാറും. അത് ചില സമയത്ത് അതൊരു ബഹുമാനമാവാം, ചില സമയത്ത് ആ വ്യക്തിയോട് തോന്നുന്ന അഗാധമായ ഇപ്പൊ സ്നേഹമാകാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഈ മനുഷ്യൻ ഇന്ന സമയത്ത് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് പോയി ഭർത്താവ്, എന്നിട്ട് ആ സമയത്ത് വന്നില്ല. ഇത് ഒരു വട്ടമല്ല, പല വട്ടം. നമുക്ക് എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ആ ആദ്യമൊക്കെ ദേഷ്യം തോന്നിയിരുന്നു. പക്ഷെ അത് ആ ഇ- കഴിയുമ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കി പിന്നീട് അതിനോട് പൊരുത്തപ്പെടും. അല്ലെ, അപ്പൊ ആ ദേഷ്യമൊക്കെ വന്ന സമയത്ത് നമുക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. പക്ഷെ കാരണം ആ പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണല്ലോ ഈ ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യം വരുന്നത്. അതെ അതെ. പക്ഷെ എന്ന് വെച്ച് വെറുപ്പ് വരുന്നില്ലല്ലോ. വെറുപ്പ് വരുന്നില്ല, അതാണ് അതിന്റെ കാര്യം. വെറുപ്പ് വരുന്നില്ല, എന്തോ പിന്നെയും നമ്മൾ അയാളെ സ്നേഹിക്കുകയാണ്. ഒരു കാന്തിക ശക്തി ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. ആ അതാണ് കാര്യം. ഓക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഇഷ്ടം, ഒരു സ്നേഹം എന്ന് പറയുന്നതിനെ രണ്ട് വിധത്തിൽ പരിഗണിക്കാമെന്നാണ് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, നമുക്കതിനെ ഒരു വൈകാരികമായ ഒരു ആകർഷണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ആദ്യമായിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കണ്ടപ്പോ, അവരുമായി സംസാരിച്ചപ്പോ എന്തോ നമുക്ക് അയാളോട് ഒരു താല്പര്യം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ടത് കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു എന്നാണ് പറയേണ്ടത്. അത് അത്ര നല്ല കാര്യമല്ല. ചിലർ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടവരുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ജനറലി സ്പീക്കിംഗ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതാണ് അതിന്റെ ശരി. അപ്പൊ ആ ഇഷ്ടം വരാനായിട്ട് കാരണം എന്തോ അയാളിലുള്ള ചില നന്മകള്, അല്ലെങ്കിൽ അയാളിലുള്ള ചില പ്രത്യേക പെരുമാറ്റ രീതികള്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകള്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങള് നമ്മളെ അയാളിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞൊരു വൈകാരികമായ ഒരു അനുഭവമാണ്. ഇപ്പോ നമുക്കറിയാമല്ലോ, സുന്ദരമായ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ നോക്കൂലേ, അത് നോക്കി പോവില്ലേ? അതൊരു ആകർഷണമാണ്. അപ്പൊ ആകർഷണത്തിനകത്ത് ഒരു സ്പോണ്ടേനിറ്റി ഉണ്ട്. സ്പോണ്ടേനിറ്റി ഇപ്പോ നമ്മൾ കണ്ടിട്ടില്ലേ, ചെറുപ്പക്കാരൊക്കെ കല്യാണത്തിന് മുമ്പേ തന്നെ വളരെയധികം അടുപ്പം കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു ആകർഷണത്തിന്റെ തലത്തിലാണ് അത് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകാരികമായ തലമാണ്. അതിന് നല്ലൊരു ഊഷ്മളതയാണ്. നല്ലൊരു ഊഷ്മളത എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമുക്ക് ഒരാളോട് ആകർഷണം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ സ്വന്തമാക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തും. അങ്ങനെയാണ് ചിലരൊക്കെ പിന്നീട് എന്ത് കുറവുകൾ ഈ മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാലും ശരി, അതൊന്നും നമ്മൾ വകവെക്കില്ല. എനിക്ക് ഇയാളല്ലാതെ വേറൊരാൾ വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞോളെ. അതൊക്കെ ഈ ഒരു വൈകാരികമായ അടുപ്പമാണ്. അതാണ് ഈ സ്നേഹം ഒരു വികാരമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു വിവാഹത്തിലേക്ക് അത് വരാൻ അത്ര എളുപ്പമല്ല. പണ്ടൊക്കെ അതില്ലാതെയും കല്യാണമൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെയൊക്കെ ജീവിതാനുഭവത്തില് തുടക്കത്തില് ഒരു 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 സ്നേഹത്തെ ഒരു വികാരമായിട്ട്, ഒരു ആകർഷണമായിട്ട്, എന്തോ ഒരു ഊഷ്മളതയായിട്ടൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോ ശരിയല്ലേ? ഈ ജോൺസൺ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാ, ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഓ അല്ലേ. ശരിക്കും ശരിക്കും ഈ ജോൺസന് ഭാര്യ റീന, ജോൺസേറിന് റീനയെ ഇഷ്ടമായിട്ട് എന്താ കാരണം ഉണ്ടായത്? അന്ന് കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനോടുള്ള ഒരു ആകർഷണം, അതുപോലെ തന്നെ കല്യാണത്തിന്റെ ആ സമയം നമുക്ക് അടുത്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ ഉണ്ടായില്ല. എന്തെങ്കിലും ഒരു പ്രത്യേകമായ കാര്യം ഉണ്ടായിരുന്നോ? എന്റെ ഭാര്യയിൽ ഞാൻ ചില കാര്യം ഒന്ന് ശ്രദ്ധിച്ചു, അങ്ങനെ എന്തെങ്കിലും? അവരുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ അന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ലേ, നല്ല പെരുമാറ്റാൻ തോന്നിയിരുന്നല്ലേ? കുഴപ്പമില്ല, നമുക്ക് പറ്റും എന്നൊക്കെ തോന്നിയല്ലേ? നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളൊരു ആ ആ ആ ഇതുണ്ടായിരുന്നു, നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഇണങ്ങിയ എന്തോ ഒരു നന്മ അയാളിൽ ഉണ്ട് എന്നൊരു തോന്നൽ വന്നു, ഒരു ഫീലിംഗ്. തീർച്ചയായിട്ടും. ശരിയല്ലേ? അങ്ങനെയല്ല ഈ ജീവിതം ആരംഭിക്കുന്നത്, അല്ലെ? എന്തുവാണ് നമ്മുടെ വിൽസൺ ജെയ്സൺ ദമ്പതികൾ എന്ത് പറയുന്നു? ഇതൊക്കെ തന്നെയാണോ നിങ്ങളുടെയും കഥ?
ഞങ്ങളുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് അറേഞ്ച്ഡ് മാരേജ് ഒന്നും അല്ല, ഞങ്ങള് ലവ് മാരേജ് ആയിരുന്നു. ആഹാ, എത്ര വർഷമായിരുന്നു ഈ ലവ്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 27 വർഷമായി. ആ, കല്യാണത്തിന് മുമ്പ്? അതിക്ക് മുമ്പ് ഒരു 3-4 വർഷം ഞങ്ങൾ പ്രേമിച്ചു. അത് കൊള്ളാലോ. ഓ ഓ ഓ ഓ ശരിക്കും 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 അങ്ങനെ അന്ന് നിങ്ങൾ പ്രേമിച്ച് നടന്നപ്പോഴേ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ? അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ട് എന്താ നിങ്ങൾ കണ്ടത് പരസ്പരം? രണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നിപ്പോ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തില് നമ്മള് ഇങ്ങനെയുള്ള ഒരു ടേസ്റ്റ് ഒക്കെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കയറി കൊണ്ടൊരു കാലഘട്ടം ഉള്ളോ അതെ 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 ഉള്ളു. അപ്പൊ നമ്മള് ഇങ്ങനെ പിന്നെ ആ ടൈമിൽ നമ്മള് ഫിലിമുകളും റൊമാൻറ്റിക് അങ്ങനെ ആ, ഇതൊക്കെ കണ്ട് ശരിക്കും ശരിക്കും വിൽസൺ ചേട്ടന്റെ എന്തോ ഒരു കുറവ് ജെയ്സി ചേച്ചി നികത്തും എന്നൊരു തോന്നൽ വന്നു അല്ലേ? അങ്ങനെ ആദ്യം ഉണ്ടായില്ല. ആദ്യം നമ്മൾ ആ ഒരു അങ്ങനെ ഒരു റൊമാൻറ്റിക് ഫീലിങ്സിൽ അങ്ങനെ നടത്തുന്നു മാത്രമേ ഉള്ളൂ. പിന്നീടായപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ ആളോട് എന്റെ സ്വഭാവം എന്റെ ഇവളായിട്ട് ചേരൂല എന്ന് എനിക്ക് തോന്നി. എന്നോട് എന്റെ കാര്യം എനിക്ക് തോന്നി ചേരൂല ആ എന്നുള്ളത്. ആ അപ്പൊ ആ ഞാൻ ആ പറഞ്ഞു, ആ നിനക്ക് ആ നല്ലൊരു വ്യക്തിനെ കിട്ടും. നിന്റെ ഒരു സ്വഭാവ രീതി കൂടുതൽ അറിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആൾക്ക് പറ്റിയ ഒരാളല്ല ഞാൻ തോന്നി. ആ ആ ആ ആ ആ ആ ആയിട്ട് എന്ത് കാര്യങ്ങൾ പറയണ്ട. പക്ഷെ ആൾക്ക് എന്നെ തന്നെ മതി. എനിക്ക് നമുക്ക് അതെന്താ ജയിച്ചിച്ച് അങ്ങനെ ഒരു ഇത് വന്നത്? എന്നെ തന്നെ മതി എന്ന് പറയാനായിട്ട് എന്താ കാരണം ഉണ്ടായത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതന്നെ, അതാണ് കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ സ്നേഹം എന്ന് പറഞ്ഞ ഒരു ഇഷ്ടല്ലേ? അതെ അതെ ഇതൊരു വൈകാരികമായ ഒരു ആകർഷണല്ലേ? അതെ എനിക്ക് എന്തോ നന്മ ഇത് കൊണ്ടുവരും എന്നുള്ളൊരു തോന്നൽ എന്നിൽ വരാണ്. അതെ അതെ ശരിയല്ലേ? അതങ്ങനെ ഒരു വൈകാരിക അടുപ്പമായിട്ട് വളർന്നു, നിങ്ങൾ വിവാഹം കഴിച്ചു. ഇപ്പൊ ഒരു ചോദ്യം ഇതാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹം കേവലം ഒരു വൈകാരികമായ അടുപ്പം മാത്രമാണോ, അതോ ഇതൊരു തീരുമാനമാണോ എന്നുള്ളതാണ് ചോദ്യം. തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഗുണം കിട്ടുമെന്ന് കരുതിയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല അത്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നന്മ വരണം എന്ന് കരുതിയിട്ടുള്ള ഒരു സമീപനമാണ് അത്. രണ്ടും വ്യത്യാസമാണ്. ഇഷ്ടം എന്ന് പറയുമ്പോ എനിക്കെന്തോ നന്മ വരുമെന്നൊരു തോന്നല്. എന്നാൽ ഈ തീരുമാനം എന്ന് പറയുമ്പോ എന്റെ പങ്കാളിക്ക് എന്തോ നന്മ വരും എന്നുള്ള തോന്നല്. അല്ല, അങ്ങനെ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ സ്നേഹത്തില് വന്നില്ലേ? എന്റെ ജീവിതത്തിൽ വന്നു. ഓക്കെ, അതെ. അതാണ് ശരിക്കുള്ള ഈ സ്നേഹത്തിന്റെ മച്യൂരിറ്റി അല്ലെങ്കിൽ പക്വത പ്രാപിക്കൽ എന്ന് പറയുന്നത്. നമ്മളൊരു ബന്ധം തുടങ്ങുന്നത് ഒരു ഇഷ്ടത്തിലാണ്. ആ ഇഷ്ടം എന്ന് പറയുന്നത് എനിക്കെന്തോ നന്മ വരും, എന്നിലെന്തോ കുറവ് നികത്തപ്പെടും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടും എന്നൊക്കെ വരും. പക്ഷെ എന്നാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് എനിക്കല്ല, എൻ്റെ പങ്കാളിക്ക് എന്തോ നന്മ വരും, എൻ്റെ പങ്കാളിക്ക് എന്തോ നന്മയുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് കുറവുകൾ വന്നപ്പോഴും നിങ്ങൾ പിടിച്ചു നിന്നില്ലേ? നിങ്ങളുടെ പങ്കാളിയിൽ ഏതാ? ഓൾറെഡി നമുക്ക് കുറവുകളുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അതെ അതെ, അല്ല, നമുക്ക് കുറവുകൾ മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ പങ്കാളിയിൽ ചില പെരുമാറ്റങ്ങൾ ഇല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറുപ്പക്കാർ കല്യാണം കഴിച്ചിട്ട് വിവാഹം വേണ്ടെന്ന് പറയുന്നവരില്ലേ? അച്ഛാ, എന്നോട് വന്ന് ഈ സംസാരിക്കുന്ന ദമ്പതികൾ പറയുന്ന ഒരു കാര്യമാണ്, അച്ഛാ എനിക്കിപ്പോ ഇവനോട് സ്നേഹം തോന്നുന്നില്ല അച്ഛാ, എനിക്കൊന്നും തോന്നുന്നില്ലെന്ന്, ഇവനെ കണ്ടിട്ടും എനിക്കൊന്നും തോന്നുന്നില്ല. എന്നിട്ട് അതായത് സ്നേഹം വറ്റിപ്പോയി. അപ്പൊ ഈ വറ്റിപ്പോയ സാധനം ശരിക്കും എന്താ? ശരിക്കും ഇഷ്ടമാണ് വറ്റിപ്പോയത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഇവൻ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയാവില്ല എന്ന് എൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ച ആളല്ലത്. എനിക്ക് സംസാരിക്കാനായിട്ട് ഇയാൾ ഒരു അവസരം പോലും തരുന്നില്ലല്ലോ. ഇയാൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പലവട്ടം ഇയാളോട് പറഞ്ഞു. വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെ. അപ്പോ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സ് മടുത്തു വച്ചാ. എനിക്കിപ്പോ അയാളോട് ഒന്നും തോന്നുന്നില്ല, ഒരു സ്നേഹം തോന്നുന്നില്ല, ഒന്നും തോന്നുന്നില്ല. എന്താ ഈ തോന്നുന്നില്ല എന്ന് പറയുന്ന സാധനം? അത് ഇഷ്ടമാണ് ഈ തോന്നാത്തത്. ഓക്കെ, ഇത് ചിലർ അനുഭവിക്കുന്ന ഒരു അവസ്ഥയത് വിവാഹത്തിന്റെ വളർച്ചയിൽ. പക്ഷേ അതാണോ വിവാഹത്തിലെ സ്നേഹം എന്നുള്ളൊരു ഒരു ചോദ്യമാണുള്ളത്. ഈ ഇഷ്ടമാണോ, ഈ വൈകാരിക അടുപ്പാണോ, ഈ തോന്നലാണോ ശരിക്കും സ്നേഹം? അതിനപ്പുറം ഞാൻ പലവട്ടം ആലോചിച്ചിട്ട്
ഇതിന്റെ വരുംവരായ്മകളെ കുറിച്ച് ചിന്തിച്ചിട്ട് ആ വ്യക്തിയുടെ, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നന്മ കാംക്ഷിച്ചിട്ട് ഞാൻ ബോധപൂർവം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതല്ലേ സ്നേഹം? അതാ അതെ ഞങ്ങളുടെ അതെ ജീവിതത്തിൽ ഉണ്ടായ അച്ഛാ. അതെന്താ സംഭവിച്ചെന്ന് പറയാമോ? അല്ല, ആൾക്ക് ഞങ്ങള് ഇപ്പൊ പറഞ്ഞില്ലേ, ആള് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആള് പറയും, എന്നോട് പറഞ്ഞായിരുന്നു ആ ദിവസം, ആ കാലഘട്ടങ്ങളില് നിനക്ക് നല്ല ജീവിതം കിട്ടും, എന്റെ പോലെ ആളല്ലാതെ വേറെ കുറച്ചുകൂടി നല്ല ഒരു ലൈഫ് കിട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ ഒരു വൈകാരിക അടുപ്പല്ലായിരുന്നു എനിക്ക് തോന്നിയത്. ആഹാ. എന്തോ ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലത്തെ ഒരു തീരുമാനമായിരുന്നു, ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നേ. അപ്പൊ ആ ഒരു ജീവിതമായതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞ പിന്നെ ഒത്തിരി കഷ്ടതകള്, ഈ കുട്ടികളൊക്കെ വന്നപ്പോഴൊക്കെ ചെറുപ്പത്തിലുള്ള ആ ഒരു ഇതുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും അതിനെപ്പറ്റി ഒരു കുറ്റബോധം എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അപ്പൊ വീട്ടിലാണെങ്കിലും എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചെങ്കിലും എനിക്ക് എന്തോ ഈ വൈകാരിക അടുപ്പത്തെക്കാൾ അപ്പുറം എന്തോ ഒരു എന്താ പറയാ, അതിനെന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഒരു ശരിക്കും പറഞ്ഞ ഒരു ആത്മീയമായ ഒരു കാഴ്ച, എങ്ങനെയാ എനിക്ക് അന്നത്തെ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നിയെന്ന് എനിക്കറിയില്ല ഇപ്പൊ ആലോചിക്കുമ്പോ. പക്ഷെ ഇപ്പൊ ഈ നമ്മളിപ്പോ ഇതിനകത്തൊക്കെ ചേർന്നേ പിന്നെയാണ് നമുക്കത് മനസ്സിലായത്, അന്ന് അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയെന്നുള്ളത്. അപ്പൊ ആ ഒരു അതുകൊണ്ട് ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തീരുമാനം തന്നെയാണ്. ശരിക്കും ഒരു വൈകാരിക അടുപ്പല്ലായിരുന്നു ഞങ്ങളുടെ അന്നത്തെ, എനിക്ക് അങ്ങോട്ട് തോന്നിയിരുന്നത് അങ്ങനത്തെ അല്ല, ആ ഒരു അടുപ്പമേ അല്ലായിരുന്നു എനിക്ക്. അതെ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് സ്നേഹത്തിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്, വളർച്ചയുടെ ഒരു ഘട്ടമാണത്. നമ്മൾ സ്നേഹം തുടങ്ങുമ്പോൾ ഒരു ഇഷ്ടത്തിലൊക്കെ ആയിരിക്കും തുടങ്ങണത്, പക്ഷെ പിന്നീട് അത് ഒരു പ്രതിബദ്ധതയായിട്ട്, ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട്, എന്റെ കൂടെയുള്ള ഒരാളുടെ നന്മ കാംക്ഷിക്കുന്ന ഇതായിട്ട് നമ്മളത് മാറണം. ഇപ്പൊ നിങ്ങൾ പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ, ഒരു കുടിയൻ, ഒരു മദ്യപാനിയായ ഭർത്താവ് സ്ഥിരം ഭാര്യയെ തല്ലും. ഒരു ദിവസം ഭാര്യ തല്ലാൻ വന്നു കഴിഞ്ഞപ്പോ തല്ലണ വടി കണ്ടില്ല. അപ്പൊ അയാള് ഈ വടി അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ ഈ ചെറിയൊരു കാടാണ്. അപ്പോ കാട്ടിലേക്ക് വടി ഓടിക്കാനായിട്ട്, ഏത് ഭാര്യയെ തല്ലാനായിട്ട് മദ്യപിച്ച് വന്നിരിക്കുകയാണ്. അപ്പോ ഭാര്യ പറഞ്ഞു, താങ്കൾ ഇനി അവിടെ പോണ്ട, ഞാൻ വടി ഓടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വടി എടുത്തു കൊടുത്തു. അപ്പോ ഭാര്യയോട് ചോദിച്ചു, മക്കള് ചോദിച്ചു, അതെന്താണ് ഇപ്പൊ അമ്മ അങ്ങനെ? അല്ല, ഇനി അപ്പൻ അവിടെ പോയി വല്ല പാമ്പൊക്കെ കടിച്ചാലോ, അതൊക്കെ ഒരു കഷ്ടപ്പാടല്ലേ? ഏത് തന്നെ തല്ലണ ഭർത്താവിന് അയാൾക്ക് ആരോഗ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ. ഇതെന്താ സംഭവം? ഇത് വെറുതെ ഇഷ്ടം കൊണ്ടൊന്നും, ഐ മീൻ വെറുതെ ഒരു കേവലം ഇഷ്ടം കൊണ്ടൊന്നുമല്ല. കാരണം ഭാര്യയെ തല്ലുന്ന ഒരു ഭർത്താവിനോട് ആർക്കെങ്കിലും ഇഷ്ടം തോന്നും? പക്ഷെ ഉള്ളിന്റെ ഉള്ളില് എവിടെയോ ആ ഇഷ്ടം ഒരു തീരുമാനമായി മാറി. അത് പല ഘടകങ്ങൾ കൊണ്ട് വരാൻ കേട്ടോ. പല ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പണ്ടൊക്കെ കാരണന്മാർക്ക് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം തന്നതാണ്, അങ്ങനെ ഒരു തീരുമാനമായിരുന്നു അത്. ദൈവം തന്നതാ, എന്റെ ഭർത്താവിനെ ദൈവം തന്നതാ, എന്റെ ഭാര്യയെ ദൈവം തന്നതാ. അപ്പൊ ചിലപ്പോ അല്ലെങ്കിൽ ചിലർ ചിന്തിക്കുന്നത്, അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുമെങ്കിൽ ശരി, അയാളുടെ ബാല്യകാലം എനിക്കറിയാം, അയാളിൽ കുറെ കുറവുകൾ, ഐ മീൻ അയാളുടെ ബാല്യകാലത്ത് കുറെ കുറവുകളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് അയാളാണ് ഇങ്ങനെ അങ്ങനെ മദ്യപിക്കുന്നത്, അതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടായത്, എനിക്ക് അയാൾ അറിയാം. അല്ലെങ്കിൽ ചിലർ ചിന്തിക്കുന്നത്, ഓക്കെ അയാൾ ഇപ്പൊ ഇങ്ങനെ പെരുമാറിയാലും ശരി, അയാളിൽ ചില നന്മകൾ ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ? ഇത് കേവലം വൈകാരിക അടുപ്പല്ല, ഇത് തീരുമാനമാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നന്മ വരണമെന്ന് എവിടെയോ നമ്മുടെ ഉള്ളില് ഒരു ഡിസിഷൻ, ഒരു ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് വരാണ്. ശരിക്കും അതല്ലേ വിവാഹത്തിലെ സ്നേഹം? അതെ അതെ. നമ്മള് ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ശരിക്കും ഒരു ആളുടെ രൂപമല്ല നമ്മുടെ മനസ്സില്, നമ്മളുടെ ആള് നമ്മളോട് നമുക്ക് തന്ന കുറെ ഇപ്പോഴും ഉള്ള ആറ്റിറ്റ്യൂഡ്, അറ്റാച്ച്മെന്റ്, ഒരു കെയറിങ്, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. ഇപ്പൊ എന്റെ ഒരു ഭർത്താവ് എന്ന് ഓർക്കുമ്പോ വന്നത് രൂപത്തെക്കാൾ ഉപരി ആള് എങ്ങനെയാണ് എന്നെ, ഞങ്ങളുടെ കുടുംബം നടത്തിക്കൊണ്ടു പോകണേ, ആള് എന്തെല്ലാം ഷെയർ ചെയ്യുന്നു, എന്തെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നു അതിനു വേണ്ടി, അങ്ങനെ ഒരു നമ്മുടെ ഫീലാണ് നമ്മുടെ മനസ്സിൽ ആളെ പറ്റിയുള്ളത് രൂപത്തെക്കാൾ ഉപരി. അതെ അതെ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വികാരം എന്ന് പറയുന്നത് ഇന്ദ്രിയ അധിഷ്ഠിതമാണ്. ഇന്ദ്രിയ അധിഷ്ഠിതം നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, കാഴ്ച, കേൾവി, അല്ലെങ്കിൽ സ്പർശനം, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വികാരങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മള് പട്ടി കടിക്കാൻ വരുന്നു എന്ന് കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് വികാരം വരും, ഭയം എന്ന് പറഞ്ഞ വികാരം ഉണ്ടാവും, ശരിയല്ലേ?
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ നന്നായിട്ട് ഒരാൾ കെയർ ചെയ്യുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്തോ അയാളോട് നമുക്കൊരു പ്രത്യേക അടുപ്പം തോന്നും. ശരിയല്ലേ? ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ പറയാറുണ്ട്, എന്റെ അച്ഛൻ ഞാൻ ഇവളെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാനായിട്ട് കാരണം എന്റെ സ്വന്തം പെങ്ങള് ഒരു ഹിന്ദു പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഞാനന്ന് മംഗലാപുരത്ത് പഠിക്കായിരുന്നു. അങ്ങനെ എന്റെ വീട്ടിൽ വലിയ പ്രശ്നമായി. ഞാൻ അത് വീട്ടിൽ പോയി സെറ്റിൽ ചെയ്ത് അത് അവള് പോയി, എന്റെ പെങ്ങള് പോയി, ഒരു ഹിന്ദുവിന്റെ കൂടെ പോയി. എന്റെ അപ്പനമ്മയ്ക്ക് നിരാശയായി, ആ വിഷമായി. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് മംഗലാപുരത്ത് നേഴ്സിംഗ് പഠിക്കാനായിട്ട് തുടർന്ന് വന്നപ്പോൾ പള്ളിയിൽ ഒരു ദിവസം ഞാൻ കരയായിരുന്നു. ആ കരയണ സമയത്ത് ഇവള്, അന്ന് എന്റെ കൂടെ പഠിക്കുന്ന ഒരു എന്റെ സഹപാഠിയായിരുന്നു, ഇവള് എന്റെ അരികത്ത് വന്നിട്ട് എന്നോട് കാര്യങ്ങൾ തിരക്കി. അപ്പൊ ഞാൻ ഈ വിശേഷമൊക്കെ പറഞ്ഞു. അപ്പൊ അവൾ എന്നെ ധൈര്യപ്പെടുത്തി, അവൾ എന്നെ ആശ്വസിപ്പിച്ചു. അതാണ് അച്ഛൻ എനിക്ക് ഇവിടെ കല്യാണം കഴിക്കാനായിട്ട് പ്രേരണ തന്നതെന്ന് പറഞ്ഞ അതാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ പിടികിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ആകർഷണം അങ്ങനെ തോന്നുകയാണ്. അപ്പൊ അത് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കൊരു പ്രത്യേകമായ ഒരു അനുഭവം. അപ്പോ ആ ഒരു വിധത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം, എന്തോ ഒരു പ്രത്യേക അടുപ്പം അത് തോന്നിയതാണ്. എന്നാൽ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് ഇന്റൻഷനൽ ആണ്. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വ്യക്തി എന്റെ ഉള്ളിൽ ഒരു മൂല്യമായി മാറി. ആ മൂല്യമായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാണ്. അതിനുവേണ്ടി ഞാൻ ചിലപ്പോൾ ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കാണ്, എന്നെ തന്നെ നൽകാണെന്ന്. ഇതാണ് ഈ തീരുമാനം എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ട കാര്യം, ഇപ്പൊ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന മറ്റു ദമ്പതികൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പരിശോധിക്കേണ്ടത് ശരിക്കും നിങ്ങളുടെ വിവാഹ ജീവിതം ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? ഈ ഇഷ്ടത്തിന്റെ സ്റ്റേജിലാണോ അതൊരു തീരുമാനത്തിന്റെ സ്റ്റേജിലാണോ? നിങ്ങളുടെ സ്നേഹം ഒരു വൈകാരിക അടുപ്പത്തിൽ നിൽക്കുകയാണോ അതോ അത് വളർന്ന് ഒരു തീരുമാനമായി മാറിയോ? എന്തായിരിക്കും അതിന്റെ ലക്ഷണങ്ങൾ എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട് സ്നേഹം എനിക്കില്ല, സ്നേഹം തോന്നുന്നില്ല എന്ന് ഇടയ്ക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് അവസാനിപ്പിക്കാം, ഇത് മടുത്തു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഏത് തലത്തിലാണ്? ഏത് തലത്തിലാണ്? വികാരത്തിന്റെ തലത്തിലാണ്. കാരണം സ്നേഹം ഇത് വറ്റിപ്പോണെന്ന് തോന്നുന്നു. എന്ത് ഈ വറ്റിപ്പോണത്? ഈ വികാരമാണ് വറ്റിപ്പോണത്. കാരണം വികാരം ഇങ്ങനെ ബോധപൂർവ്വം വന്ന സാധനമല്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന സാധനം. അതിപ്പോ നമുക്ക് നല്ലത് കാണുമ്പോൾ അറിയാതെ തന്നെ തോന്നിപ്പോവില്ലേ, ഒരു അടുപ്പം തോന്നില്ല, അതുപോലെ വന്നതാ. പക്ഷെ ഇപ്പൊ നല്ലതൊന്നുമില്ല, അതുകൊണ്ടൊന്നും തോന്നുന്നില്ലച്ചോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷം എത്തിയിട്ടും തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വിവാഹം നിലനിൽക്കുന്നത് ഈ വികാരത്തിലാണ്. ഓക്കെ, നമ്പർ 1. നമ്പർ 2, ഇപ്പോഴും നിങ്ങൾ താരതമ്യം ചെയ്യാണ്. ഓ, എന്റെ കൂടെ പഠിച്ച ആ ജെയ്സിക്ക് എന്തുമാത്രം സൗഭാഗ്യമുള്ളത്, അയാളുടെ ഭർത്താവ് എന്ത് കാര്യമായിട്ടാണ് അവളെ നോക്കുന്നത്, അവളെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നത്, അവളുടെ എന്തെല്ലാം ഇഷ്ടങ്ങളെ നോക്കുന്നത്, എനിക്കൊരു കെട്ടിയവനുണ്ട്, എന്ത് കാര്യം? ഇത് തിരിച്ചും എന്റെ കൂടെ പഠിച്ച ഷാജിക്ക് എന്ത് നല്ല ഭാര്യയാണുള്ളത്, അവന്റെ അപ്പനമ്മേനെയൊക്കെ അവളെ എത്ര നന്നായിട്ട് നോക്കുന്നത്, എനിക്കൊരു സാധനമുണ്ട്, എന്ത്? ഏത് തല? വികാരം. തീരുമാനമില്ല, വികാരാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും താൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ഇട്ടുകൊണ്ട് പോകും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, ഉപാധികൾ വെക്കുക, കണ്ടീഷൻസ് വെക്കുക. അങ്ങനെ നിങ്ങൾ ഉപാധികളെ കുറിച്ച് നിങ്ങളുടെ വിവാഹത്തിൽ കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളുടെ വിവാഹം വികാരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തോ അടുപ്പം തോന്നും, ഇഷ്ടമില്ലാത്ത ചെയ്താലോ വെറുപ്പും തോന്നും. പോയി. പിന്നെ വേറെ കാര്യം എന്താണെന്നറിയാമോ? ഈ കൂടെയുള്ള ആൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാനൊന്നും വലിയ സന്നദ്ധതയൊന്നുമില്ല. ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, വേണമെങ്കിൽ കഴിച്ചോ. ജോലി ചെയ്ത് വന്നിട്ട് ഭർത്താവ് ഭാര്യയോട് പെരുമാറുന്നത് തന്നെ അറിയാവോ? എന്തെങ്കിലും ആവട്ടെ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല TV നോക്കി വല്ല മൊബൈൽ നോക്കിയൊക്കെ ഇരിക്കാൻ ഇഷ്ടം. ഇതൊക്കെയാണ് എന്താണ് വെറും വൈകാരിക തലത്തിലാണ്. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, നിങ്ങളുടെ ഈ വിവാഹത്തിന്റെ അവസ്ഥ ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നമുക്കൊരു ആകർഷണത്തിൽ ആരംഭിച്ചു, വൈകാരിക അടുപ്പത്തിൽ ആരംഭിച്ചു, പിന്നെ അതൊരു തീരുമാനമായി. തീരുമാനം എന്താ? ഒരു പ്രതിബദ്ധതയാണ്. എന്തിനുള്ള പ്രതിബദ്ധത? മറ്റൊരാളിലെ നന്മയോടുള്ള പ്രതിബദ്ധത. ആ പ്രതിബദ്ധതയുടെ ഭാഗമായി ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്നെ തന്നെ കൊടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഡെവലപ്മെന്റ്. പക്ഷെ ആ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നമുക്കിപ്പോൾ ചെയ്തു നോക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം,
ശരിക്കും ഈ വിവാഹം ഒരു തീരുമാനമായി മാറിയാൽ, ഐ മീൻ സ്നേഹം തീരുമാനമായി മാറിയാൽ എന്താ ഗുണം? നമ്മുടെ സിജി ഒന്ന് പറയാമോ? സിജി, ഈ വിവാഹത്തിലെ സ്നേഹം തീരുമാനമായി മാറിയില്ലേ? മാറിയോ? ലിജോയുടെ സിജി തീരുമാനമായി മാറിയോ? മാറി. ഇതുകൊണ്ട് എന്താ ഗുണം സിജി? സമാധാനം ഉണ്ടാവും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടാവും. വേറെ ഒരാളെ ഇനി അന്വേഷിക്കണ്ടല്ലോ, ഇതൊരാളുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവും അല്ലേ? അതാണോ? അല്ലല്ല, ആ മനസ്സിനൊരു സമാധാനം അല്ലേ അങ്ങനെ ചിന്തിക്കുമ്പോ, ഒരു തീരുമാനമായിട്ട് വരുമ്പോ? ലിജോ ഒന്ന് സഹായിക്കാമോ? ലിജോയ്ക്ക് അങ്ങനെ തന്നെയാണോ? ഒരു സമാധാനമാണോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ ഇത് തീരുമാനമായാല്? സന്തോഷം, സന്തോഷവും സംതൃപ്തിയൊക്കെ തോന്നും അല്ലേ? അല്ലേ? പക്ഷെ നമ്മളൊരു ഇഷ്ടം ഉണ്ടാവുന്ന സമയത്തുള്ള ആ ഊഷ്മളതയൊക്കെ ചില സമയത്ത് ഉണ്ടാവില്ലല്ലോ. അല്ലേ? ഇഷ്ടമുള്ളപ്പോ നമുക്ക് എന്തോ ഒരു ഊഷ്മളതയില്ലേ അല്ലെ? അയാളെ കാണാനായിട്ട് എന്തോ ഒരു മോഹം അല്ലേ? അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ അത്രയോ ഇതില്ലെങ്കിലും എന്തോ ഒരു സന്തോഷം ഉണ്ട്. അതാണല്ലേ? വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അതായത് എന്താണ് ശരിക്കും ഈ വിവാഹത്തിലെ സ്നേഹം തീരുമാനമായാൽ എന്താ ശരിക്കും അതിനൊരു ഗുണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ പേര് വിളിക്കേണ്ട, അല്ലാതെ തന്നെ ഷെയർ ചെയ്തോ. കുടുംബ തീരുമാനമായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ ആ ഒരു ഐക്യത വർദ്ധിക്കും. നമുക്ക് കുടുംബജീവിതം മുന്നോട്ട് സന്തോഷപ്രദമായിട്ട് കൊണ്ടുപോകാൻ വേറെ തടസ്സങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. തീരുമാനമായി കഴിഞ്ഞാൽ ഒരു കെട്ടുറപ്പുണ്ടാവും. കെട്ടുറപ്പ് കറക്റ്റ് അല്ലേ? ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. സ്റ്റെബിലിറ്റി. ഈ നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ച സമയത്ത് പ്രതിജ്ഞ ചെയ്തു ഇന്നു മുതൽ മരണം വരെ. മനസ്സിലായോ? അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഗ്ദാനം കൂടിയാണ്. തമ്പുരാനോട് വാഗ്ദാനം ചെയ്തു ജീവിതകാലം മുഴുവൻ എന്ന്. നിങ്ങളുടെ ജീവിത പങ്കാളി ആകുന്ന വ്യക്തിയോട് നിങ്ങൾ വാഗ്ദാനം ചെയ്തു ജീവിതകാലം. ഈ വാഗ്ദാനം, ഈ പ്രതിജ്ഞ, ഇത് സാധിക്കണമെങ്കിൽ ഇതൊരു തീരുമാനമാവാതെ പറ്റുമോ? തീരുമാനമായില്ലെങ്കിൽ അങ്ങനെ വാഗ്ദാനം ചെയ്യാൻ പറ്റുമോ? ഈ കഴിഞ്ഞ മാസം കുറച്ച് പെണ്ണുങ്ങള് നമ്മുടെ കേരളത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് സെലിബ്രിറ്റീസ് ആയ, വളരെ ഫേമസ് ആയ, സിനിമാ രംഗത്തും പലയിടങ്ങളിലൊക്കെ വളരെ ഫേമസ് ആയ കുറച്ച് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ ഒരു അഭിപ്രായം ഞാനൊരു പത്രത്തിൽ വായിച്ചു. എന്നാ അവരുടെ അഭിപ്രായം എന്ന് പറയുമോ? വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു എക്സിറ്റ് പോളിസി വേണമെന്ന്. എക്സിറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം വർക്ക് ചെയ്തില്ലെങ്കിൽ പുറത്തു കടക്കാനുള്ള ഒരു പോളിസി തുടക്കത്തിൽ തന്നെ ധാരണയാവണമെന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ അവരുടെ മനസ്സിൽ അപ്പൊ തന്നെ സംശയമാണ്, ഇത് മരണം വരെ നടക്കുവോ? അപ്പൊ തീരുമാനമില്ല. തീരുമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഒരു വാഗ്ദാനം ചെയ്യുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു തീരുമാനത്തിന്റെ ബലം, അത് ഈ തീരുമാനവും വികാരം തമ്മിലുള്ള വ്യത്യാസം എന്താ? വികാരം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇന്നുണ്ടാകുന്ന വികാരം നാളെ ഉണ്ടാവണമെന്നില്ല അല്ലെ? ഇന്ന് എനിക്ക് എന്റെ ഭാര്യ കെട്ടിപ്പിടിക്കാൻ തോന്നി, നാളെ എനിക്കത് തോന്നണമെന്നില്ല. സംഭവിക്കാലോ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ലോ. എപ്പോഴും എന്താ പറയുക, വളരെ ഊഷ്മളമായിട്ടൊന്നും ഇരിക്കില്ലല്ലോ. പക്ഷെ അപ്പോഴും ഈ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഈ അവസ്ഥയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കാര്യമാണ് തീരുമാനം എന്ന് പറയുന്നത്. അത് ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. വെറുതെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന സാധനമല്ല, അത് ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ പലവട്ടം ആലോചിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണത്. അപ്പൊ അപ്രകാരം ഒരു തീരുമാനമാണ് ശരിക്കും നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് കെട്ടുറപ്പ് നൽകണം. അല്ലെങ്കിൽ എന്തുറപ്പിലാണ് 10-65 നിലയുള്ള ഒരു കെട്ടിടം പണിതുയർത്തുന്നത്? ഈ വിവാഹ ജീവിതം 65 വർഷത്തോളം ജീവിക്കും. അപ്പൊ വിവാഹത്തിലെ സ്നേഹം തീരുമാനമായില്ലെങ്കിൽ അതിന് ശോഭയില്ല, കളറില്ല, ഉറപ്പില്ല. മനസ്സിലായ? നിങ്ങൾക്ക് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തീരുമാനമായില്ലെങ്കിൽ ഈ സാധനം എപ്പോഴാണ് ഇട്ടുകൊണ്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. എപ്പോഴും ഇട്ടുകൊണ്ട് എപ്പോഴും ഒരു ആശങ്കയല്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മനസ്സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അതിന്റെ കാരണം? എന്തോ ഒരു ഉറപ്പ്, ഒരു സെക്യൂരിറ്റി, സുരക്ഷിതത്വം ഇല്ലേ? അതാണ് ഈ തീരുമാനം ആയാലുള്ള ഒരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് പറയുമ്പോൾ ഇത് കെട്ടുറപ്പ് മാത്രമല്ല, ശരിക്കും നിങ്ങൾ സ്നേഹം തീരുമാനമായി മാറിക്കഴിഞ്ഞാലോ സ്നേഹിക്കാനുള്ള നിങ്ങളുടെ കഴിവ് കൂടെ കുറയോ? തീർച്ചയായിട്ടും.
കൂടും. അതെങ്ങനെ കൂടുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾക്ക്? ഇതെങ്ങനെ കൂടുന്നതെന്ന് സ്നേഹം ഒരു തീരുമാനമാക്കി മാറ്റിയാൽ സ്നേഹിക്കാനുള്ള കഴിവ് കൂടുന്നുള്ളൂ. അതെങ്ങനെയാണ്? അത് നമ്മള് ഇപ്പൊ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പരസ്പരമുള്ള കുറവുകളെയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ആളെ നമുക്ക് ആളായിട്ട്, അതായത് ആളിലുള്ള കുറവുകളെയും ആൾക്കുള്ള നന്മകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കി അതിനോട് നമ്മൾ അഡ്ജസ്റ്റഡ് ആവും. ഓക്കെ. അതായത് അങ്ങനെ സ്നേഹ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് അയാൾ ഉൾക്കൊള്ളാൻ പറ്റും. ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ, ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് തന്നെ ആയാലും ഇയാൾ എന്റെയാണ് അങ്ങനെ ഒരു തോന്നല് വന്നു കഴിയുമ്പോ നമുക്ക് ആളുടെ കുറവുകൾ, ഇപ്പൊ നമ്മളുടെ അപ്പനും അമ്മയും നമ്മളെ എല്ലാ കുറവുകളോടെയാണ് നമ്മൾ വളർത്തിയത്. അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ എല്ലാ കുറവുകളോടെ വളർത്തണേ. കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരും തള്ളിക്കളയില്ലല്ലോ. ഇതിപ്പോ രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നേക്കണ രണ്ട് വ്യക്തികളാണെങ്കിൽ കൂടി നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം ദൈവത്തിന്റെ മുൻപില് നമ്മളൊരു വ്രതം, ഒരു വാഗ്ദാനം എടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്തകൾ, എന്തൊക്കെ കുറവുകൾ വന്നാലും സുഖത്തിലും ദുഃഖത്തിലും ആ ഒരു ഇതില് ആ വാഗ്ദാനത്തിന്റെ പേരിൽ മാത്രമല്ല, നമ്മൾ പരസ്പരം നമ്മളിലുള്ള കുറവുകളെ നമ്മളത് അംഗീകരിക്കുകയാണ്. ആ കുറവായിട്ട് അംഗീകരിച്ചിട്ട് അതിനെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത്, അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ കുറവുണ്ട് അങ്ങനെ അത് സഹിക്കണതല്ല, അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പരസ്പരം അംഗീകരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോണേ. അപ്പൊ തന്നെ നമുക്ക് അവിടെ വിട്ടുവീഴ്ചകളും പല കുറവുകളുണ്ടെങ്കിൽ അത് സ്നേഹിക്കാനും അത് അംഗീകരിക്കാനും പറ്റും. ശരി. അപ്പൊ നമുക്ക് പറഞ്ഞോ. അപ്പൊ നമുക്ക് അവിടെ പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ സ്നേഹം ഓരോ എങ്ങനെ നമ്മൾ കുറവുകളെ നിറവുകളാക്കി മാറ്റുമോ അതനുസരിച്ച് നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് സ്നേഹം കൂടിയ വന്നത്. സ്നേഹം ഒരു തീരുമാനമാകുമ്പോൾ ഈ വ്യക്തി ഉൾക്കൊള്ളാൻ പറ്റും. അതിന്റെ കുറവുകളെ നമുക്ക് നിറവുകളാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് എന്നാണെന്നറിയാവോ? ശരിക്കും നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്താല് അത് നമ്മൾ നടപ്പിലാക്കും. ശരിയല്ലേ? തീരുമാനം എടുത്താല് വെറുതെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ നടപ്പിലാവണമെന്നില്ല. നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ കേട്ടത് മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്, മനസ്സില്ലെങ്കിലോ വഴിയില്ല. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നല്ലേ കേട്ടാൽ നമ്മള്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ മനസ്സ് വെച്ച് കഴിഞ്ഞാല്, ഒരാളെ എനിക്ക് സ്നേഹിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിലുള്ള കഴിവുകളെല്ലാം ഏകോപിപ്പിക്കപ്പെടും. നമുക്ക് ആ സ്നേഹം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പുതിയ പുതിയ വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നു. അത് കൃപയായി വരും. മാത്രമല്ല, എന്താ പറയാ, നമ്മളറിയാതെ തന്നെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടും നമ്മൾ തീരുമാനിച്ചാൽ. നിങ്ങൾ ഈ വിദേശത്തൊക്കെ പോവാണെങ്കിൽ, ഈ ജർമ്മനിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് അവിടെ ഈ പാലങ്ങളുണ്ട്. ഈ പാലത്തിന്മേല് കുറെ താഴിങ്ങനെ പൂട്ടിയിട്ടേക്കണ കാണാം. പാലത്തിന്റെ ഇങ്ങനെ ഈ ഇരുമ്പ് ഇത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. അതുമൊക്കെ ഇങ്ങനെ ഈ താഴിട്ട് പൂട്ടിയേക്കണം. അതെന്നാന്നറിയാമോ? അവിടെ ഈ ആമ്പിള്ളേരൊക്കെ സ്നേഹിച്ച് പ്രണയിച്ച് അവരിനി വിവാഹം കഴിക്കാമെന്ന്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ ബന്ധത്തിൽ നിൽക്കാന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ ചെയ്യണ പണിയെന്നാന്നറിയാമോ? അവരൊരു താഴ് മേടിക്കും, രണ്ടുപേരും കൂടി താഴ് മേടിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഇതുമായിട്ട് പൂട്ടിയിട്ട് ആ താക്കോല് വെള്ളത്തിൽ എറിഞ്ഞളയും. ഇനി മറിച്ചൊരു ചിന്തയ്ക്ക് ഇവിടെ ഇടയില്ലെന്ന്. ഈ താക്കോല് വെള്ളത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ? ദാറ്റ് ഷോസ് ദെയർ കമ്മിറ്റ്മെന്റ്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ബോധപൂർവ്വം എടുത്തു കഴിഞ്ഞാൽ, വെറുതെ ഒരു വികാരം കൊണ്ട് എടുക്കുന്ന കാര്യം അല്ലാതെ ഞാൻ ഈ പറയുന്നത്, ബോധപൂർവ്വം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് തന്നെ ഈ തീരുമാനം നടപ്പിലാക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളെ അട്രാക്ട് ചെയ്യും. നമ്മുടെ കഴിവുകൾ ഏകോപിപ്പിക്കപ്പെടും. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു കുറവുണ്ടെങ്കിൽ, ഇത് ശരിയാവില്ല, ഇത് ഇയാളെ കല്യാണം കഴിച്ചൊക്കെ എനിക്ക് അബദ്ധമായി പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അത് ശരിയാവുമോ? ഒരിക്കലും ആവില്ല. എന്നാൽ എന്റെ സ്നേഹം ഒരു തീരുമാനമാണ്. അയാളിൽ ചില നന്മയുണ്ട്, ആ നന്മ വളരുന്നത് എനിക്കൊരു പ്രതിബദ്ധതയുണ്ട്, ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും എന്ന് വരുമ്പോൾ എന്നിലുള്ള കഴിവ് ഏകോപിപ്പിക്കപ്പെടും. ഓക്കെ, അപ്പോ നമ്മുടെ പങ്കാളിയെ ഉൾക്കൊള്ളുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകൾ ഏകോപിപ്പിക്കപ്പെടുന്നതും തീരുമാനമുള്ളപ്പോഴാണ്. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട്? വിനുവിന് എന്തോ ഷെയർ ചെയ്യാനുള്ളതാണ് ഇരിക്കുന്നതിലോ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട്? നമ്മുടെ സ്നേഹം തീരുമാനമായി മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? വേറെ എന്തെങ്കിലും ഗുണം? ഇപ്പൊ പറഞ്ഞ രണ്ട് ഗുണം അല്ലാതെ? സ്വാഭാവികമായിട്ടും
വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അതെ, ഉടമ്പടി കറക്റ്റ്, നല്ല വാക്കാ. നമ്മള് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഈ പറയുന്ന ഇതൊന്നുമില്ലാതെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകില്ല. പക്ഷെ ഇല്ല. നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിന്നാൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പങ്കാളിയിൽ നിന്നും ദേഷ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈബ് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകിച്ച് തീരുമാനത്തിലൂടെയും അതുപോലെ തന്നെ പക്വതയോടെയും കാണുമ്പോൾ. പ്രത്യേകിച്ച് കുറച്ച് വിവാഹ ജീവിതം കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് കുട്ടികളുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പിന്നെ കുറച്ചൊക്കെ എന്താ പറയാ കുട്ടികൾ കേൾക്കാതെയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ ഒരുമിച്ച് മാറി നിന്ന് അല്ലെങ്കിൽ പോകുന്നൊരു ഇത് കൂടി അതിനകത്തുണ്ട്, തീരുമാനങ്ങൾ ഉറച്ചു നിന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പക്വതയാർന്ന ഒരു ഇതാണ് ഒരു പ്രായം കഴിയുമ്പോൾ. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഞങ്ങളത് അകത്ത് പറഞ്ഞു തീർത്തുകൊണ്ട് അത് സെറ്റിൽ ചെയ്ത് പോകുന്ന ഒരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ എഫർട്ട് നമ്മൾ അധ്വാനിക്കുന്നത്. അതുകൊണ്ടാണ് തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എഫർട്ട് ഇടും, അധ്വാനിക്കും. അത് നമ്മൾ അധ്വാനിക്കാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കും. തീരുമാനം ഇല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കില്ല, അത് ഉറപ്പാണ്. ഇനി എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും കുടിയന്മാര്, മദ്യപിക്കുന്ന ആൾക്കാര് ഭാര്യയുടെ പ്രത്യേകമായ ചില ഇടപെടൽ മൂലം, ഭാര്യയുടെ പ്രത്യേകമായ ചില പെരുമാറ്റം മൂലം പിന്നീട് മദ്യപാനം നിർത്തി നിങ്ങൾ കേട്ടല്ലേ? കേട്ടിട്ടുണ്ടല്ലോ. സ്വാഭാവികമായി ചില സ്ത്രീകള് അല്ല, ഇപ്പൊ ഇവിടെ തന്നെ നോക്കിക്കോ, ഈ വിൽസൺ ചേട്ടന്റെ സ്വഭാവം ഈ ജെയ്സി ചേച്ചി വഴി നന്നായില്ലേ? എന്താ ചേട്ടാ അതൊന്ന് പറഞ്ഞു, നിങ്ങളുടെ ഒന്ന് പറഞ്ഞു. ആ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞു. മാറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകാരിക തലത്തിലൂടെ ഞാൻ ചിന്തിച്ചു പോയിട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നെ കല്യാണത്തോടുകൂടി ഞങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ആളുടെ പെരുമാറ്റ സ്വഭാവമൊക്കെ വളരെ തീരുമാനത്തിലേക്ക് വരുന്ന ഒരു രീതിയിലേക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു. തീരുമാനം എടുത്ത് അതിനോട് ചോദിച്ച് പിന്നെ അതിനുവേണ്ടി പ്രയത്നിച്ചു, പരിശ്രമിച്ചു. ജീവിതം അതേ രീതി തന്നെ മുന്നോട്ട് ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് ഒരുമിച്ചു പോയി. ഈ സ്നേഹം നമ്മൾ തീരുമാനമായി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്നേഹിക്കപ്പെടാനുള്ള സാധ്യത കൂടെ കുറയോ? ഇപ്പൊ ഞാനാണ് ഒരു കുടുംബജീവിതത്തിലെ ഭർത്താവ് എന്ന് കരുതുക. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചാൽ എന്നെ സ്നേഹിക്കാനുള്ള എൻ്റെ ഭാര്യയുടെ പ്രേരണ കൂടെ കുറയോ? കൂടും. അതായത് ഞാൻ സ്നേഹിക്കപ്പെടാനുള്ള അതിന്റെ ആ പശ്ചാത്തലം വർദ്ധിക്കുന്നു. കാരണം എന്നാ, ഇപ്പൊ ഞാൻ മദ്യപിച്ചു എന്ന് അയാൾ ഛർദ്ദിച്ചിട്ടപ്പോഴും ഞാനൊരു പരാതിയും കൂടാതെ അത് കോരിക്കളഞ്ഞു. കാരണം എനിക്കൊരു തീരുമാനമുണ്ട്. അത് കാണുമ്പോൾ അയാളില് എത്ര കുടിയനാണെങ്കിലും ശരി, ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു ചിന്ത വരാം. വന്നോ നിർബന്ധമൊന്നുമില്ല കേട്ടോ, എപ്പോഴും വന്നോ നിർബന്ധമൊന്നുമില്ല, പക്ഷെ വരാം. അപ്പൊ ഇവിടെ ഈ നമ്മൾ സ്നേഹം തീരുമാനമായിട്ട് എടുക്കുന്ന സമയത്ത് ഇത് കേവലം ഒരു സഹിച്ച് ജീവിക്കുന്ന പരിപാടിയല്ല കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സഹനം മധുരതരമാകുന്ന ഒരു പരിപാടിയാണിത്. സഹനം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം, സഹനമുണ്ട്, പക്ഷെ അതിനൊരു മാധുര്യമുണ്ട്. അതിലൂടെ പിന്നീട് ഒരു വൈകാരിക അടുപ്പത്തിലേക്ക് വരുന്നുണ്ട്. വൈകാരിക അടുപ്പം ഇല്ലാത്തതല്ലാത്ത വിവാഹബന്ധം അത് ഉള്ളതാണ് തന്നെയാ. പക്ഷെ അത് മാത്രമല്ല വിവാഹബന്ധം എന്ന് പറയുന്നത്, തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ ഒരു കാര്യമാണ് ഏത്? ഈ വികാരം. അപ്പൊ ഒരു വൈകാരികമായ അടുപ്പത്തിലേക്ക് നമ്മുടെ തീരുമാനം പതുക്കെ നമ്മൾ നയിക്കും. ഇനി നയിക്കാത്ത ബന്ധങ്ങളും ഉണ്ട് കേട്ടോ. അത് അത്ര എക്സ്ട്രീം എന്തെങ്കിലും ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഒരു ഭർത്താവ് തളർന്നു പോയി. കഴിഞ്ഞ 23 വർഷമായിട്ട് അയാൾ തളർന്നു കിടക്കാം. അയാളുടെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. അതിനുശേഷം അയാൾ തളർന്നു. ഈ 23 വർഷവും ഈ ഭാര്യ തളർന്നു കിടക്കുന്ന ബെഡിൽ കിടക്കുന്ന ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുമ്പോഴും എന്തോ ഒരു പ്രത്യേക സന്തോഷം ആ സ്ത്രീക്ക് ഉണ്ടെന്ന്. കാരണം എന്താ? അതാണ് അവരുടെ തീരുമാനം. ആ തീരുമാനത്തിൽ ഒരു മാധുര്യം ഉണ്ടെന്ന്. അതാണ് ശരിക്കും പറഞ്ഞ സ്നേഹം. അതല്ലാതെ ആരാർക്ക് വേണ്ടി സഹിക്കുന്ന പോലെ ചിലരെന്താ പറയാ, എപ്പോഴും ഈ പറഞ്ഞ ദുഃഖിച്ച് ജീവിക്കുന്ന, നിഷ്ക്രിയരായി ജീവിക്കുന്ന അവസ്ഥയല്ലാട്ടോ നമ്മൾ ഈ പറഞ്ഞ തീരുമാനം എന്ന് പറയുന്നത്. തീരുമാനത്തിന് ഒരു ക്രിയാത്മകതയുണ്ട്. തീരുമാനിച്ചു കഴിഞ്ഞാൽ സഹനം മധുരതരമേ മാറും. നമ്മളെ സ്നേഹിക്കാനുള്ള മറ്റേ ആളുടെ പ്രേരണ കൂടി വരും.
അത് ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ലാട്ട് ഞാൻ ഈ പറഞ്ഞത്. ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ എടുത്തു വന്നേക്കാം. ബട്ട് ദർ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ. അതിനുള്ള സാധ്യത എപ്പോഴും നമ്മൾ തുറക്കാണ് ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഡിറക്ഷനിലാണ്. നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് നമ്മൾ നിശ്ചയിക്കുന്നതാണ് തീരുമാനം. എന്നാൽ വികാരം എന്ന് പറയുന്നത് അവിടേക്ക് എത്താനുള്ള വഴി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ചില കാര്യങ്ങളാണ്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിൽ, അത് ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ഒന്നായി വളരണമെന്നുണ്ടെങ്കിൽ സ്നേഹം തീരുമാനമായി മാറണം. അതിന്റെ ഒപ്പം വികാരവും വൈകാരിക അടുപ്പവും ഡെവലപ്പ് ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിന് ഉത്തരവുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം. എന്നാ അറിയാമോ? ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവര് ഇപ്പോ വിവാഹം ഒരു വൈകാരിക തലത്തിലാണ് നിൽക്കണേന്ന് കരുതുക. ഇനിയിപ്പോ എങ്ങനെ ഇത് തീരുമാനമാക്കും? അതാണ് നമുക്ക് വേണ്ടത്. അജോ, ഇതിപ്പോ നമ്മളിപ്പോ ഒരു വൈകാരിക തലത്തിലാണ്. ചിലപ്പോഴൊക്കെ ഇയാളോട് മടുപ്പ് തോന്നാറുണ്ട്, ഇയാളെ കല്യാണം കഴിക്കേണ്ടെന്ന് തോന്നാറുണ്ട്, പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്, കണ്ടീഷൻസ് ഉപാധികൾ വെക്കാറുണ്ട്, ഭീഷണിപ്പെടുത്താറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ ജീവിതം. ഇനിയിപ്പോ ഇത് തീരുമാനമാക്കി അങ്ങനെ മാറ്റും. നിങ്ങളിപ്പോ 4 ദമ്പതികൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ രഹസ്യം എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ട്? എന്താ ചെയ്യേണ്ടപ്പോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തീരുമാനമാക്കി മാറ്റാം. ഇപ്പൊ നിങ്ങൾ തീരുമാനമാക്കി എന്നാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് തീരുമാനമാക്കി മാറ്റപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? താനേ വരുമോ? അത് ബോധപൂർവ്വം എന്തെങ്കിലും ചെയ്യണോ? എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോ ഇവർക്ക് മാത്രമല്ല കേട്ടോ, കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റാർക്കെങ്കിലും പങ്കുവെക്കാട്ടോ. നിങ്ങളും തീരുമാനമാക്കി മാറ്റിയവരുണ്ടാവുമല്ലോ. എന്താ ചോദിച്ചാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് തീരുമാനമാക്കി മാറ്റാൻ? നമ്മള് പങ്കാളിയുടെ കുറവുകളെ നമ്മള് ഉൾക്കൊള്ളാൻ. ഇനിയിപ്പോ അതിപ്പോ എങ്ങനെയൊക്കെ സാധിക്കുന്നതാണ്. ഉൾക്കൊള്ളാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല. അയാളുടെ ഈ പെരുമാറ്റം കാണുമ്പോഴേ ചൊറിഞ്ഞു വരാണ്. ക്ഷമ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നന്നായി പ്രാർത്ഥിക്കണം. അത് വളരെ നല്ലൊരു കാര്യമാണ്. നല്ല പ്രാർത്ഥന, ദൈവവിശ്വാസം, ദൈവത്തിന്റെ കൃപ നമുക്ക് അനിവാര്യമാണ് സ്നേഹം തീരുമാനമാക്കി മാറ്റാൻ. ഈ കാര്യത്തിൽ ചേച്ചി പറഞ്ഞത് 100% കറക്റ്റാ അല്ലെ? നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ലേ? ഇതില്ലാതെ പറ്റൂല. അതിൽ പാതി വഴിയിൽ ഇട്ടുണ്ടോ? നമ്മൾ പറയും നമുക്ക് എക്സിറ്റ് പോളിസി വേണമെന്ന് പറയും, നമുക്കിത് റിലേഷൻഷിപ്പ് ടോക്സിക്കാന്ന് പറയും, ഇത് വേണ്ടെന്ന് പറയും. പക്ഷെ ശരിക്കും ഇതിനകത്ത് സ്നേഹം തീരുമാനമായി അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. പക്ഷെ കൃപ മാത്രം പോരെ, വേറെ ചില കാര്യങ്ങൾ കൂടി വേണം. നമ്മള് വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം. വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം. അതൊക്കെ തയ്യാറാവണമെങ്കിൽ തീരുമാനം വേണേ. ആ തീരുമാനം ഉണ്ടാവാൻ ചെയ്യണമെന്നുള്ളതാണ്. അത് ഞാൻ തന്നെ ഷെയർ ചെയ്യാം. എന്നാന്നറിയാവോ? ശരിക്കും നമ്മുടെ സ്നേഹം ഒരു തീരുമാനമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ഒരു കാരണം നിങ്ങൾ കണ്ടുപിടിക്കണം. There should be a reason to love your partner. ആ റീസൺ കേവലം അയാൾ നമുക്ക് ചെയ്തു തരുന്ന എന്തെങ്കിലും നന്മയിലാവരുത്. അതായി കഴിഞ്ഞാൽ ശരിയാവൂല. ആ നന്മ കിട്ടാത്തപ്പോൾ നമുക്ക് സ്നേഹം തോന്നില്ല. അതല്ല, അയാളിൽ നന്മ കാംക്ഷിക്കുന്ന ഒരു റീസൺ കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഭർത്താവ് ചില പെരുമാറ്റ ദോഷമുള്ള ആളാണ്, ദൂഷ്യമുള്ള ഒരാൾ, ഭാര്യ പെരുമാറ്റ ദൂഷ്യമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ അനുഭവങ്ങളെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത അയാളോട് ഒരു അനുകമ്പയാണ് തോന്നുന്നത്. കാരണം അയാൾ എന്തുമാത്രം ദുരനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അയാളുടെ ആ ഒരു പെരുമാറ്റ രീതിക്ക് ഇങ്ങനെ ഒരു കാരണമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നന്മ എന്റെയും കൂടി ഒരു നന്മയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതെനിക്ക് അയാളെ സ്നേഹിക്കാനുള്ള ഒരു കാരണമാണ്. ഓക്കെ, ഞാനാണ് അയാളുടെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വന്നെങ്കിൽ എന്റെ ഒരു അവസ്ഥ എന്തായാലും, എനിക്ക് ദൈവം ഒരുപക്ഷെ സൗഭാഗ്യം തന്നു, നല്ലൊരു ബാല്യകാലം തന്നു. പക്ഷെ എന്റെ ഭർത്താവിന് അത് കിട്ടിയിട്ടില്ല, എന്റെ ഭാര്യയ്ക്ക് അത് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനത് അയാൾ സ്നേഹിക്കാൻ ഒരു കാരണമായിട്ട് കാണാം. ദൈവം എനിക്കൊരു നിറവ് തന്നെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ ചിന്തിക്കണം, ചില ഭാര്യമാരും ഭർത്താവും ചിന്തിക്കണം, കാര്യം ശരി, ചില കുറവുകളുണ്ടെങ്കിൽ ഇയാൾ പണ്ട് എനിക്ക് ഒത്തിരി ഏറെ നന്മ ചെയ്തു തന്നിട്ടുള്ള ഒരു വ്യക്തി, ഒത്തിരി ഏറെ നന്മ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മക്ക് അസുഖമായിട്ട് കിടന്നപ്പോ എന്റെ അമ്മയെ പൊന്നുപോലെ നോക്കിയതാണ് എന്റെ ഭർത്താവ്. ഞങ്ങൾ 3 പെൺപിള്ളേരാ. എനിക്ക് മറക്കാൻ പറ്റില്ല അച്ഛാ, മറക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഒരു നന്മയുടെ അനുഭവം ഉണ്ട്. അതൊരു റീസണാണ്. അതിനി ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത റീസണാണ്. കാരണം ഓൾറെഡി സംഭവിച്ചൊരു കാര്യമാണ്. ഈ ഭൂമിയിൽ ഒരു തിന്മയ്ക്കും അതിന്റെ പ്രഭ കെടുത്താൻ പറ്റില്ലെന്ന്. അങ്ങനെ ഒരു കാരണം നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ സ്നേഹം തീരുമാനമുള്ളൂ.
ഈ ചിലപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ബന്ധത്തിന്റെ ഒരു വളർച്ചയുടെ അനുസരിച്ച് വരും. പക്ഷെ ചിലപ്പോൾ നമ്മളത് ബോധപൂർവ്വം കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് അടുത്തൊരു മാസം ഒരു 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 ടാസ്ക് ആയിട്ട് നമുക്കത് വെക്കാം. നമ്മുടെ വിവാഹ ജീവിതത്തിന് ഭാര്യയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ എന്താണ് ഒരു കാരണം? കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എനിക്ക് കിട്ടുന്ന ഉപകാരമല്ല കേട്ടോ, അതിനപ്പുറം അയാളിൽ എന്തോ ഒരു മൂല്യം ഞാൻ കാണുന്നു. ആ മൂല്യം എന്താണ്? ഇപ്പൊ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ പൊന്നുപോലെ നോക്കുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നാളെ അയാൾ നോക്കാതെ വന്നാലോ? അപ്പോഴും നിങ്ങൾ അവരെ സ്നേഹിക്കൂലേ? അപ്പൊ അതുകൊണ്ടല്ലല്ലോ സ്നേഹിക്കുന്നത്, വേറെ ചില കാരണമില്ലേ? സോ ഫൈൻഡ് ഔട്ട് എ റീസൺ. അതാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, എന്നിട്ട് ഈ റീസൺ കണ്ടുപിടിച്ചിട്ട് ബോധപൂർവം നമ്മുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ബോധപൂർവ്വം മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ബോധപൂർവം തന്നെ സ്നേഹം തീരുമാനമാണല്ലോ, വെറുതെ ഒരു വൈകാരികമായ പ്രതികരണമല്ല, തീരുമാനമാണ്. അപ്പൊ ബോധപൂർവം തന്നെ എൻ്റെ ഭർത്താവ് പ്രതീക്ഷിക്കുന്ന ചില നന്മകൾ ഞാൻ അങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നല്ല വാക്ക് കേൾക്കണം. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്കത് വരുന്നില്ല, പക്ഷെ ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ ഭാര്യയെ സ്നേഹിക്കാന്ന്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഒരു നല്ല കാര്യം ഞാൻ അവളെ കുറിച്ച് പറയും. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് അയാൾ ചെയ്യുന്ന ജോലിയിൽ ഞാൻ അവരെ സഹായിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഞാൻ തനിയെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വാട്ട് എവർ ബി, കോൺഷ്യസ് ആയ ഒരു ഡിസിഷൻ എടുക്കണം, ഒരു തീരുമാനം എടുക്കണം. അപ്പോഴാണ് ഈ തീരുമാനം അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മാസം അപ്രകാരം ഒരു ലൈനിൽ ചിന്തിച്ചാലോ? നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ അടുത്തൊരു മാസം നമ്മുടെ ദമ്പതികൾക്ക്, നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദമ്പതികൾക്ക് അടുത്ത മാസം പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തി സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഷെയർ ചെയ്തോ? നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് തോന്നുന്നത്? ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പോസിറ്റീവ്നെസ് കാണുക എന്നുള്ളതാണ്. മാത്രമല്ല അപ്രീഷിയേറ്റ് ചെയ്യുക, ഒരു നന്ദി പറയുക, അത്തരത്തിലൊരു രീതിയിലേക്ക് നന്ദി പറയുക. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് പോകാൻ ഉള്ള ഒരു അതായത് ബോധപൂർവം തന്നെ എന്തെങ്കിലും ഇതുവരെ ചെയ്യുന്നതിൽ നിന്ന് ഇച്ചിരി കൂടിയ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക, അല്ലെ? അതിപ്പോ നന്ദി പറയലാകാം, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ സഹായിക്കുന്നതാകാം, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഗുഡ്, ഫൈൻ, ഗുഡ്. ജെയ്സി വിൽസൺ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഫോൺ വിളിക്കാറില്ല ആളെ. ഏതാ? ഇതിനെ ഞാൻ ഫോൺ വിളിക്കാറില്ല. എവിടെ പോകുമ്പോ? ആള് ടീച്ചറാണേ. ആ, രാവിലെ പോയി കഴിഞ്ഞിട്ട് പിന്നെ 5 മണിയൊക്കെ ആവുള്ളതെന്ന് പറഞ്ഞേ. അപ്പൊ എന്തെങ്കിലും ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും മാറ്ററുകൾ പറയാൻ വേണ്ടി കൂടുതൽ വാട്സപ്പ് ഇടാറുള്ളൂ. വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അഥവാ എന്തായാലും ഞാൻ വാട്സപ്പ് ഇട്ടാൽ തന്നെ അപ്പൊ തന്നെ ആള് വിളിച്ച് എന്നോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കും, അതിനെ കുറിച്ച് എന്നോട് ചോദിക്കും. അപ്പോഴും ഞാൻ ട്രൈ ചെയ്യാറില്ല വിളിക്കാനായിട്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാനുള്ളൊരു ഈ മാസം നമ്മൾ അങ്ങോട്ട് വിളിക്കാന്നല്ലേ? ഓ, ഗുഡ്, അത് നല്ല തീരുമാന. ഓ, ദാറ്റ്സ് ഗുഡ്, കൊള്ളാം, ഫൈൻ. എന്താ ലിജോ സിജി എന്ത് പറയുന്നു? ദേഷ്യം വരുമ്പോഴത്തേക്കും സൈലന്റ് ആയിട്ടിരിക്കുക. നമ്മള് പരസ്പരം ദേഷ്യം വരുമ്പോൾ കൊണ്ടും കൊണ്ടും പരസ്പരം കുറ്റപ്പെടുത്തി വലിയ പ്രശ്നമായിട്ട് മാറും. അതെ, അതെ. അപ്പൊ ബോധപൂർവം തന്നെ ഓക്കെ, അത് തീരുമാനത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ തീരുമാനം നിങ്ങളുടെ കയ്യിലുണ്ട്, സ്നേഹിക്കാന്നുള്ള തീരുമാനം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, ദേഷ്യപ്പെടുന്ന ചില സന്ദർഭങ്ങൾ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് നിശബ്ദമായിട്ട് ഇരിക്കുക എന്നത് ഒരു ബിഹേവിയർ, ഒരു കാര്യമാണ്. പക്ഷെ അതിനപ്പുറം ഒരു പക്ഷേ ആ ദേഷ്യം വരുന്ന സാഹചര്യം, അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന പങ്കാളി അയാൾക്ക് നന്മ വരുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ പറ്റുക. ഓക്കെ, നമുക്ക് എപ്പോഴും ദേഷ്യം വരുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭർത്താവ് വൈകി വരുന്നു, നേരത്തെ വരുന്നു പറഞ്ഞ് പോയതാണ്, വൈകി വരുന്നു, ദേഷ്യം വരുന്നു. കാരണം എന്താ? നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇയാൾ വാക്ക് പാലിക്കാത്തവനാണ്, ഇയാൾക്ക് ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തവനാണ്. ഇങ്ങനെ ചില ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് ഈ ദേഷ്യം വന്നത്. അതുപോലത്തെ എന്തെങ്കിലും സാധനം ഉണ്ടാവും. അത് തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ സ്ഥാനത്ത് വേറൊരു ചിന്ത നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രാക്ടീസ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിശബ്ദരാവാൻ പറ്റും, ശാന്തമായിട്ട് ഇടപെടാൻ പറ്റും, മാത്രമല്ല നന്മ വരുന്ന വിധത്തിൽ ബിഹേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി, ഫൈൻ, ഗുഡ്. എന്ത് പറയുന്നു ജോൺസൺ ആൻഡ് റീന? ഇപ്പൊ നിലവിൽ ഉള്ളതിലും അല്പം കൂടി ആശയവിനിമയവും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്താനം പറയാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കും.
അതെ അല്ലേ? ഓക്കെ. അതായത് ഒരു കോൺവെർസേഷൻ, ഒരു നല്ലൊരു എന്താ പറയുക, ഒരു സംഭാഷണം അല്ലേ? അതെ അതെ. അതെ. കുറച്ചുകൂടി സമയം കണ്ടെത്തി ഇരുന്ന് നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിചാരങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒന്ന് തുറന്ന് പങ്കുവെക്കാൻ കഴിയുക. ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പൊ നമ്മുടെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്: സ്നേഹം ഒരു കേവലം വികാരമാണോ തീരുമാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തീരുമാനമാണ്. തീരുമാനത്തിന്റെ പ്രത്യേകത എന്താ? അത് ബോധപൂർവ്വം എടുക്കുന്ന തീരുമാനമാണ്, തെരഞ്ഞെടുപ്പാണ്. അത് എൻ്റെ കൂടെയുള്ള പങ്കാളിയുടെ നന്മ കാംക്ഷിച്ചുകൊണ്ട്, അല്ലാണ്ട് എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല, പങ്കാളിയുടെ നന്മയെ കാംക്ഷിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനം. അതൊരു വളർച്ചയുടെ ഭാഗമാണ്. അതിന്റെ ഒപ്പം ആ തീരുമാനം എടുക്കുന്നത് വഴി നമുക്ക് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. നമ്മുടെ വിവാഹത്തിന് ഉറപ്പ് കിട്ടുന്നുണ്ട്, സ്നേഹിക്കാനുള്ള കഴിവ് കൂടുന്നുണ്ട്. മാത്രമല്ല, നമ്മളെ തിരിച്ച് സ്നേഹിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ വൈകാരികമായ അടുപ്പം കൂടി കൂടി വരികയും ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഗുണം. ഇനി ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു? എനിക്ക് കിട്ടുന്ന ഗുണം അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കണം. ആ കാരണം കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിധത്തിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഒരു കാര്യം ചെയ്യുക ഈ മാസം. എന്ത് പറയണു? ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പറ്റുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എക്സ്ട്രാ ഒരെണ്ണം ഇതുവരെ ചെയ്തതിന് കൂട്ടിയിട്ട് ഉചിതമായ രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു എക്സ്ട്രാ കാര്യം എന്താ പറയുക, ചെയ്യാനായിട്ട് തീരുമാനിക്കാൻ. നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് തീരുമാനിക്കും. ഫലമുണ്ടാവും. ഓക്കെ. എന്തെങ്കിലും അച്ഛനോട് ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഗുഡ്. എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അച്ഛനൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാവോ? കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പരസ്പര സ്നേഹത്തിൽ ഒന്നാക്കി മാറ്റി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദമ്പതികള് ഇനിമേൽ രണ്ടല്ല ഒന്നാണ് എന്ന ഉറപ്പോടുകൂടെ പ്രതിജ്ഞ ചെയ്ത് ജീവിതം ആരംഭിച്ചതാണ്. ഒരു ഇഷ്ടത്തിലാണ് തുടങ്ങിയത്. ആ ഇഷ്ടം വളർന്ന് ഒരു തീരുമാനമായി മാറിയിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിലനിൽക്കാനുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനമായി മാറാൻ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴൊരു വൈകാരിക തലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ജീവിത പങ്കാളികളുടെ ആകർഷണം കുറഞ്ഞു വരുന്നത് പോലെ തോന്നുന്നു. പലപ്പോഴും കമ്പയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പലപ്പോഴും കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ദീർഘസമയത്തേക്ക് മിണ്ടാതൊക്കെ ഇരിക്കുന്നുണ്ട്. കേവലം ഒരു വൈകാരിക തലത്തിൽ മാത്രം സ്നേഹം ഒതുങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ട്. എന്നാൽ കർത്താവ് ഇന്ന് നീ ഞങ്ങളോട് പറയുന്നത്, നിന്റെ ഉടമ്പടിയിലാണ് ഞങ്ങൾ പങ്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹം ഒരു തീരുമാനമാക്കി മാറ്റണമെന്നാണല്ലോ. നീ തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന്. അതൊരു തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനമാക്കി മാറ്റണമെന്നാണ് നീ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആ തീരുമാനം നടപ്പിലാക്കാനുള്ള വഴി നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഞങ്ങൾക്ക് കിട്ടുന്നതിനപ്പുറം, ഞങ്ങൾക്കുണ്ടാകുന്ന ഗുണത്തിനപ്പുറം ആ പങ്കാളിയെ സ്നേഹിക്കാനുള്ള ഒരു കാരണം കണ്ടെത്താൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതിന്റെ വെളിച്ചത്തില് ബോധപൂർവം തന്നെ ഒരു കാര്യമെങ്കിലും ചെയ്യാൻ ഈ മാസം ഞങ്ങൾക്ക് നീ പ്രത്യേകമായിട്ട് കൃപ നൽകണമേ. ഈശോയെ, നിന്റെ സ്നേഹത്തിന്റെ വലിയ പ്രതിരൂപങ്ങളായി മാറാൻ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഈ അധ്വാനത്തെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ, ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ ദാമ്പത്യ ബന്ധങ്ങളെ കർത്താവ് ഊഷ്മളതയുള്ളതാക്കി മാറ്റണമേ. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കാനായിലെ കല്യാണ വിരുന്നിലേതുപോലെ അങ്ങ് അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഗ്രേസ് ശുശ്രൂഷയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.